വെൽക്കം ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ നാടൻ ചായക്കട പലഹാരമായ വെട്ടുകേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെട്ടുകേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പയിൽ 2 വട്ടം അരിച്ചെടുത്താലും മതി. അപ്പോഴേക്കും ബേക്കിംഗ് സോഡയും മൈദാമാവും ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് മുട്ടയുടെ ഒരു മിക്സും കൂടി തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ കപ്പിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഏലക്കയും കൂടെ ഇട്ട് കൊടുത്താൽ ഏലക്കയും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. 3-4 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞ് ഈ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് വെച്ചിരുന്നതാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയും കൂടി ഉടച്ചൊഴിക്കാം. ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ മുട്ടയുടെ മിക്സും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മൈദാ മാവിലേക്ക് ഈ മുട്ടയുടെ മിക്സ് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ റെഡിയാക്കിയ മുട്ടയുടെ മിക്സ് മൈദാ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ മുട്ടയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാവും നല്ലത്. ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി മൈദാമാവ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 അവർ നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ മാവ് അതിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കാം. എല്ലാ സൈഡിലും ഒരേ വലുപ്പത്തിൽ തന്നെ ആയിരിക്കണം. ഇനി ഞാൻ ഇത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഓരോ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കത്തിയിൽ കുറച്ച് ഓയിൽ ആദ്യം തേച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് 5 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വലുപ്പത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന ഓരോ പീസിലും വെട്ടുകേക്കിലുള്ളതുപോലെ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുഴുവനും കട്ട് ചെയ്യരുത്, ഒരു പകുതി വരെ മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പകുതി വരെ മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക, അത് ശ്രദ്ധിക്കണം. എന്നിട്ടിത് കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. ഇപ്പം ഞാൻ മുഴുവൻ കേക്കും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഓരോ കേക്കുകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അകവശം നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല, പുറമൊക്കെ പെട്ടെന്ന് തന്നെ കളർ മാറി കിട്ടും. ഇത് നമുക്ക് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. രണ്ട് സൈഡും മാറി മാറി തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, തീ കൂട്ടരുത്, അല്ലെങ്കിൽ പുറം നന്നായിട്ട് ബ്രൗൺ കളറാകും, അകവശം നന്നായിട്ട് വേഗത്തുമില്ല. കുറച്ച് ടൈം എടുക്കും, എങ്കിലും ടൈം എടുത്ത് തന്നെ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചിടുകയാണ്. ഇപ്പോൾ രണ്ട് സൈഡും കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയതിന് ശേഷം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വെട്ട് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്